ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ സെബാസ്റ്റ്യനോസ് പുണ്യാളുടെ അമ്പ് എഴുന്നള്ളിക്കൽ ചടങ്ങ്. ഏറ്റവും ചെറിയ കുട്ടികളായിരിക്കും അമ്പ് വേറെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് സ്വന്തം വീട്ടിലേക്ക് അവിടെ കൊണ്ടുവയ്ക്കുന്നതും അതേപോലെ തന്നെ അമ്പ് വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ അമ്പ് വീട്ടിലെത്തിയപ്പോൾ ബാൻസിലേക്ക് പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുന്നത്. മനോഹരമായിട്ടാണ് അവർ വാദ്യമേളങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. ബാൻഡ് സെറ്റ് പൊതുവെ എല്ലായിടത്തും കാണാൻ സാധിക്കുകയില്ല. കാരണം ബാൻഡ് സെറ്റൊക്കെ ഇപ്പോൾ ഒരു വിലയില്ലാണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമേ ബാൻഡ് സെറ്റ് ഉള്ളൂ. ഇത് തമിഴ്നാടായതുകൊണ്ടും അതേപോലെ കോയമ്പത്തൂരൊക്കെ ഉള്ളത് ബാൻഡ് സെറ്റ് ഇപ്പോഴും പ്രചാരണത്തിലുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ശിങ്കാരി മേളവും അതേപോലെ തന്നെ വാദ്യമേളങ്ങളൊക്കെ ആയിരിക്കും. മനോഹരമായിട്ടാണ് അവർ ബാൻഡ് വാദ്യം മുഴക്കുന്നത്. ബാൻഡ് സെറ്റ് കഴിഞ്ഞാൽ അമ്പ് ഏറ്റവും വീട്ടിലത്തെ ചെറിയ കുട്ടികളെടുത്തിട്ട് വേറെ വീട്ടിലേക്ക് പോകും. വേറെ വീട്ടിലേക്കും അമ്പ് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. അമ്പ് വീട്ടിൽ എഴുന്നള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ബാൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ വീട്ടിലും ബാൻഡ് സെറ്റും കഴിഞ്ഞിട്ടാണ് പള്ളിയിലേക്ക് എത്തുന്നത്. കോയമ്പത്തൂർ കുനിയമ്പത്തൂരുള്ള സെൻറ് മാർക്സ് പള്ളിയിലെ പെരുന്നാളാണ് 7-8 തീയതി കഴിഞ്ഞത്. അതിനോടനുബന്ധിച്ചുള്ള അമ്പെഴുന്നള്ളിപ്പും ആണ്. സെബാസ്റ്റ്യനോസിൻ്റെ അമ്പെഴുന്നള്ളിപ്പാണ് ഇപ്പോൾ കണ്ടത്. ഇതാണ് കോയമ്പത്തൂരുള്ള സെൻറ് മാർക്സ് ചർച്ച്, മാർക്കോസ് പുണ്യാളൻ്റെ പള്ളിയാണിത്. കേരളത്തിലെ ഒരു കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ മാർക്കോസ് പുണ്യാളൻ്റെ പള്ളി. നമ്മുടെ RC വിഭാഗങ്ങളിലെ അധികമില്ല. കേരളത്തിലെ കോട്ടയത്ത് CSI വിഭാഗവും അതേപോലെ തന്നെ ലാറ്റിൻ വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ സെൻറ് മാർക്സ് ചർച്ച്, മാർക്കോസ് പുണ്യാളൻ്റെ പള്ളി. കോയമ്പത്തൂരിലെ കുനിയമ്പത്തൂരിലാണ് സെൻറ് മാർക്സ് ചർച്ച് ഉള്ളത്. വളരെ മനോഹരമായിട്ടാണ് ഈ പള്ളി അലങ്കരിച്ചിരിക്കുന്നത്. മാർക്കോസ് പുണ്യാളൻ്റെ പള്ളിയിലെ വിശുദ്ധ സെബാസ്റ്റ്യനോസിൻ്റെയും വിശുദ്ധ മറിയത്തിൻ്റെയും എല്ലാം കൂടി സംയോജിച്ച തിരുനാളാണ് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പള്ളിയിലെ ഉൾവശം. മനോഹരമായിട്ടാണ് പള്ളിയിലെ എല്ലാ കാര്യങ്ങളും അലങ്കരിച്ചിരിക്കുന്നത്. ഒരുപാട് ഭക്തജനങ്ങളുള്ള പള്ളിയാണ് കുനിയമ്പത്തൂരുള്ള സെൻറ് മാർക്സ് ചർച്ച്. ഇതാണ് രൂപം എഴുന്നള്ളിപ്പ്. മാർക്കോസ് പുണ്യാളൻ്റെയും അതേപോലെ തന്നെ വിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ സെബാസ്റ്റ്യനോസിൻ്റെയും രൂപം എഴുന്നള്ളിപ്പാണ് കാണുന്നത്. ഇതാണ് സെബാസ്റ്റ്യനോസ് പുണ്യാളൻ. ഈ 3 പേരുടെയും കൂട്ടിയിട്ടുള്ള ഒരു പെരുന്നാളായിരുന്നു
സെൻറ് മാർക്സ് ചർച്ചിൽ നടന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് കോയമ്പത്തൂര് കുനിയമുത്തൂർ ഉള്ളത്. ആദ്യം ചെറിയ പിള്ളേർ പ്രദർശനത്തിൻ്റെ മുൻഭാഗത്ത് പോകും. അതിൻ്റെ പിന്നിലെ അൾത്താര സംഘങ്ങൾ വരും. അതിൻ്റെ പിന്നിലെ രൂപം എഴുന്നള്ളിപ്പ്, അതിൻ്റെ പിന്നിലെ പുരോഹിതന്മാർ വരും. അങ്ങനെയാണ് പ്രദർശനത്തിൻ്റെ നടത്തിപ്പ്. ഇപ്പോൾ പ്രദർശനം പോയിക്കൊണ്ടിരിക്കുകയാണ്. രൂപം എഴുന്നള്ളിച്ചിട്ട് പുതിയ പള്ളിയിൽ നിന്ന് പഴയ പള്ളിയിലേക്ക് പോകും. അവിടെ തിരിച്ച് വരും. പെണ്ണുങ്ങളാണ് ഈ സെബസ്ത്യാനോസ് പുണ്യാളൻ്റെ രൂപം എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത്. ഒരുപാട് ഭക്തജനങ്ങളുണ്ട് ഇവിടെ. ഇതാണ് വികാരിയച്ഛൻ. വളരെ നീണ്ട പ്രദർശനമായിരുന്നു. ഒരുപാട് ആൾക്കാർ ഈ പ്രദർശനത്തിൽ പങ്കെടുത്തു. ഇതാണ് സെൻറ് മാർക്സ് ചർച്ചിലെ പുറംഭാഗം. മനോഹരമായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. 4 അച്ഛന്മാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ ഭാഗമായിട്ട്. അവർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രദർശനത്തിന് പോകാൻ വേറെ അച്ഛന്മാരും, അതേപോലെ തന്നെ കുർബാന ചൊല്ലാൻ വേറെ അച്ഛന്മാരും, അതേപോലെ തന്നെ വേറെ പരിപാടികൾക്ക് വേണ്ടിയിട്ടും വേറെ അച്ഛന്മാരുണ്ടായിരുന്നു. സെൻറ് മാർക്സ് ചർച്ച് കുനിയമ്പത്തൂർ കുറച്ച് ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് ഈ സെൻറ് മാർക്സ് ചർച്ചിലേക്ക് പോകാൻ. ഇത്ര മനോഹരമായിട്ടാണ് ഈ പള്ളി അലങ്കരിച്ചിരിക്കുന്നത്. ഒരുപാട് മലയാളികൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇത് മലയാളി പള്ളിയാണ്. മലയാളികൾ മാത്രമേ ഇവിടെയുള്ളൂ. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പള്ളി ഈ കുനിയമ്പത്തൂർ പണി തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ഒരു പള്ളി പണിയാൻ സാധിക്കില്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അതേപോലെ തന്നെ ഒരുപാട് അനുവാദങ്ങളും കിട്ടിയിട്ട് മാത്രമേ ഒരു പള്ളി അവിടെ പണിയാൻ സാധിക്കുള്ളൂ. ഇവിടെ സെൻറ് മാർക്സ് പള്ളിയിലെ മാർക്കോസ് പുണ്യാളൻ്റെ ഒരു ഗാനം കമ്പോസ് ചെയ്യുകയുണ്ടായി ഈ പെരുന്നാളിനോടനുബന്ധിച്ച്. വളരെ മനോഹരമായിരുന്നു. ആദ്യമായിട്ടാണ് ഈ ഗാനം ആലപിച്ചതും അതേപോലെ തന്നെ കമ്പോസ് ചെയ്തതും പുണ്യാളൻ്റെ തിരുനാളിനോടനുബന്ധിച്ച്. മനോഹരമായിട്ടാണ് അതിലെ ദീപാലങ്കൃതമായിരിക്കുന്നത്. പ്രദർശനം ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിനോടനുബന്ധിച്ച് സെബസ്ത്യാനോസ് പുണ്യാളൻ്റെയും വിശുദ്ധ മറിയത്തിൻ്റെയും തിരുസ്വരൂപം വെച്ചിട്ടുണ്ട്. കാലത്ത് മുതലേ രാത്രി വരെ തന്നെ വലിയ ഉത്സവമായിരുന്നു ഈ പെരുന്നാൾ. കാലത്ത് അമ്പെഴുന്നള്ളിപ്പ് ചടങ്ങ്. എല്ലാ വീട്ടിലുകളിലും അമ്പെഴുന്നള്ളിച്ചിട്ട് പോയിട്ട് അവിടെ പടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ ബാൻഡ് സെറ്റ് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ പള്ളിയിലെ അമ്പ് തിരിച്ച് വന്ന് അവിടെ പ്രദർശനം അതേപോലെ തന്നെ സമാപനം അങ്ങനെയൊക്കെയായിരുന്നു. കുട്ടികളൊക്കെ തലയിൽ ഒരു പ്രത്യേകതരം തൊപ്പി വെച്ചിട്ടാണ് പോയിരുന്നത്. അതുപോലെ തന്നെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ആഘോഷത്തിൻ്റെ സമയമാണ്. എല്ലാവരും വളരെ ഉത്സാഹപരമായിട്ട് പങ്കെടുത്തു പ്രദർശനത്തിന്. പ്രത്യേകതരം തൊപ്പികൾ അതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അമ്പ് തിരിച്ച് ഈ പള്ളിയിലേക്ക് വന്നപ്പോൾ ഒരു ബാൻഡ് സെറ്റ് ഉണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടിക്കെട്ടുണ്ട്. അമ്പ് അതേപോലെ തന്നെ സമാപനം കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രദർശനം പള്ളിയിലേക്ക് തിരിച്ചു വന്നു. വിശുദ്ധ മാർക്കോസിൻ്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെയും വിശുദ്ധ മറിയത്തിൻ്റെയും തിരുനാൾ ആണ് ഇവിടെ നടന്നത്. ഫെബ്രുവരി 7 ദിവസങ്ങളിൽ. അതേപോലെ തന്നെ അവരുടെ തിരുസ്വരൂപം പള്ളിയിലേക്ക് തിരിച്ചു വരുന്നതാണ് കാണുന്നത്.
അത് കഴിഞ്ഞ് ഭക്ഷണമുണ്ട്. പള്ളിയിൽ തന്നെ എല്ലാ മലയാളികൾക്കും ഭക്ഷണം കൊടുത്തു. ബിരിയാണിയായിരുന്നു ഭക്ഷണം, ബീഫ് ബിരിയാണി. എല്ലാവരും കഴിച്ച് കാലത്ത് മുതൽ രാത്രി വരെ ആഘോഷിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ടാണ് ഈ പള്ളിയിലത്തെ പെരുന്നാൾ സമാപിച്ചത്. ഒരു ദിവസം മുഴുവൻ പോയത് അറിഞ്ഞുപോലില്ല. അത്രയും മനോഹരമായിരുന്നു ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിച്ചു തന്നെ. പള്ളിയിലെ ഒരുപാട് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പള്ളിയുടെ ഉൾവശമാണ് കാണിക്കുന്നത്. വലിയൊരു പള്ളിയാണിത്. പെരുന്നാൾ കുർബാന ഉച്ചതിരിഞ്ഞ് 4:30-ക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു പ്രദർശനം. പള്ളിയുടെ ഉൾവശം വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. വെടിക്കെട്ടിനുള്ള വെടി സാധനങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. മലയാളികളാണ് ഒരുക്കുന്നത്. അടുത്തത് വെടിക്കെട്ടാണ്. എല്ലാവരും ആഘോഷിച്ചു വെടിക്കെട്ട്. വെടിക്കെട്ടോടുകൂടി പെരുന്നാൾ സമാപിച്ചു. അങ്ങനെ അടുത്ത വർഷം പെരുന്നാളിന് വേണ്ടി കാത്തിരിക്കാം. താങ്ക് യു.